പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട, ഒരിക്കലും പിന്നെ ഫ്യൂസ് പോകത്തില്ല. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും ഫേസ് ചെയ്തിട്ടുള്ളൊരു വലിയ ഇഷ്യൂ ആണ് വാഹനത്തിൻ്റെ ഫ്യൂസ് പോകുക എന്നുള്ള. പല ഫ്യൂസുകളുണ്ടെന്ന് നമുക്കറിയാം. റേഡിയേറ്റർ ഫാൻ്റെ ആണെങ്കിലും ഫ്യൂൽ പമ്പിൻ്റെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഫ്യൂസസ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റീരിയോടെയൊക്കെ ഫ്യൂസ് പോയി എന്നൊക്കെ ഉള്ളതാണ്. അതായത് സ്റ്റീരിയോയുടെ ഫ്യൂസ് എപ്പോഴാണ് പോയെന്ന് ചോദിക്കുന്നത്, മിക്കവാറും നമ്മൾ എന്തെങ്കിലും ആക്സസറീസ് അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ മൊബൈൽ ചാർജേഴ്സോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു 12 വോൾട്ടിൽ നിന്ന് 230 വോൾട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കൺവേർട്ടേഴ്സൊക്കെ ചിലപ്പം കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂസ് അടിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഫ്യൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം കൊണ്ട് കാണിക്കുന്ന സ്ഥലത്ത് ഫ്യൂസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യം ചെമ്പ് കമ്പി കൊണ്ട് ജസ്റ്റ് കെട്ടിയിടും. ഞാനും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര ഉറപ്പായിട്ടും പറയുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട, ഒരിക്കലും പിന്നെ ഫ്യൂസ് പോകത്തില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എത്ര ലോഡ് കൊടുത്താലും ആ ഫ്യൂസ് പോകത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. പക്ഷേ ഇതുകൊണ്ട് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ ആ വരുന്ന ലൈൻസും കാര്യങ്ങളൊക്കെ ആ ലൈനിന് പ്രശ്നം കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഫ്യൂസ് ഒരു കാരണവശാലും പോകത്തില്ല. ആ ലൈനിൽ ലോഡ് കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വയർ ചൂടാകും. ഈ വയർ ചൂടായി കഴിഞ്ഞാൽ ബേൺ ചെയ്ത് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ കത്താനുള്ള ടെൻഡൻസിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്യൂസ് ആണെങ്കിൽ പോലും ചെറിയൊരു രീതിക്ക് ലോഡ് കൂടുക, അല്ലെങ്കിൽ ലൈൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരും തോന്നിക്കഴിഞ്ഞാൽ അന്നേരം ഫ്യൂസ് കത്തിപ്പോകും. അത്രയും ലോഡ് അത് താങ്ങത്തില്ല. അതുകൊണ്ടാണ് അല്ലെങ്കിൽ മെൽറ്റായാണ് പോകുന്നത്. കത്തിയല്ല പോകുന്നത്, മെൽറ്റായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ ആ ഫ്യൂസ് മെൽറ്റായി പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഈ ഫ്യൂസിന് പകരം നമ്മളവിടെ കെട്ടിയത് ചെമ്പ് കമ്പിയാണ്, അത് ഓർത്തോണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിക്ക് ഒരു ലോഡ് കൂടുക, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു ലോഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വരുന്ന കമ്പനി വയറിങ് ഉരുകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ അത് ഉരുകി കഴിഞ്ഞോ കത്തുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള വയേഴ്സിന് കാര്യങ്ങളെല്ലാം പ്രോബ്ലം വരും. വാഹനം കത്തിപ്പോകാനുള്ള ചാൻസസ് വരെ കൂടുന്നതിൻ്റെ പ്രധാന കാര്യം ഈ ഒരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഫ്യൂസ്, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റീരിയോയുടെ ആണെങ്കിൽ ACC ആണ് പറയുന്നത്, ആക്സറീസിൻ്റെ ഫ്യൂസാണ്. ആക്സറീസിൻ്റെ ഫ്യൂസ് പോയാലും ആ ഫ്യൂസ് അങ്ങ് മാറിയിട്ടേക്കുക, ശല്യം തീർന്നു. അതായത് ആ ഫ്യൂസിനൊരു കംപ്ലയിൻറ്റ് വന്ന് ആ ഫ്യൂസ് മാറി വേറെ പുതിയ ഫ്യൂസ് വയ്ക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു, അത്രയും പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമ്പിക്ക് കെട്ടിയിടുക കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞ് നേരെ കൊണ്ടുപോയി മാറിക്കോണം. ഇപ്പം പാട്ട് കേട്ടില്ലെന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. നേരെ ഷോറൂമിൽ കൊണ്ട് കാണിച്ച് ആ ഫ്യൂസ് അത്യാവശ്യമായിട്ട് മാറിക്കണം. ആ ഫ്യൂസ് മാറുന്ന സമയത്ത് അത് പെട്ടെന്ന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നെയും ആ ഫ്യൂസ് അടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ ലൈൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ആ ഫ്യൂസ് പോകുന്നത്. അതുകൊണ്ട് പിന്നീട് ഫ്യൂസ് മാറാൻ നിൽക്കില്ല. ഫ്യൂസ് മാറുന്നതിന് മുമ്പായിട്ട് ഈ ലൈൻസ് ഫുള്ള് ചെക്ക് ചെയ്ത് ലൈനിന് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കി അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പിന്നെ ഫ്യൂസ് ഇട്ടിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം വെറുതെ നഷ്ടക്കളിയാണ് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്യൂസ് മാറി കളിക്കുന്നത്.